നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഡിഗ്രി ലെവൽ പ്രിലിംസിനായാലും ഡിഗ്രി ലെവൽ മെയിൻസിനായാലും LDC മെയിൻസിനായാലും നമുക്ക് ചോദിച്ചിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ലാൻഡ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ലാൻഡ് ഫോംസ് എന്ന് പറയുമ്പം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള ഒന്നാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന 9ാം ക്ലാസ് ഈ ഒരു പാഠം ഇത് നിങ്ങൾ ആദ്യം വായിക്കാം. പിന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പോകുന്ന രണ്ടാമത്തെ സെക്ഷനാണ് മേജർ ലാൻഡ് ഫോം ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന NCERT 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NCERT വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ കവർ ചെയ്തു പോകുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഇതൊന്ന് വായിച്ചതിന് ശേഷം നിങ്ങൾ 9ാം ക്ലാസ് വായിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കുറച്ച് എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ നമുക്ക് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. അതുകൊണ്ട് കൊച്ചൊരു ചാപ്റ്ററാണിത്. ആദ്യം നിങ്ങൾ ഇതൊന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക. അതിനുശേഷം എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ഇവിടെ കിട്ടുന്നത് നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് പോവുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നിങ്ങളുടെ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. അപ്പോൾ മേജർ ലാൻഡ് ഫോം ഓഫ് ദി എർത്ത് എന്ന് പറയുന്ന 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ PDF വേണമെങ്കിൽ ഞാൻ ടെലഗ്രാമിൽ ഷെയർ ചെയ്തേക്കാം. ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി, താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നത് ഈ പ്രകൃതിയുടെ കൈകളാൽ എന്ന് പറയുന്ന ചാപ്റ്ററും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ +1 ഞാൻ നിങ്ങൾക്ക് പഠിക്കേണ്ട ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് രണ്ട് ചാപ്റ്റേഴ്സ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 2 ചാപ്റ്റേഴ്സിൻ്റെയും റിവിഷൻ നോട്ട്സ് പോലെ കൊച്ച് ഷോർട്ട് നോട്ട്സ് ഉണ്ടല്ലോ, അതും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകും. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ സമയം ഒത്തിരി കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പ്രകൃതിയുടെ കൈകളാൽ ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം എന്താണ് ലാൻഡ് ഫോംസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്താണ് ലാൻഡ് ഫോംസ്? ലാൻഡ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഭൂരൂപങ്ങൾ, അല്ലെ? ഭൂമിയിൽ കാണപ്പെടുന്ന വിവിധ രൂപങ്ങളെ പറ്റിയിട്ടാണ് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത് മൊത്തത്തിലുള്ളൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഭൂമിയിൽ എന്തൊക്കെ കാണാറുണ്ട്? വെള്ളച്ചാട്ടമുണ്ട്, മണലാരണ്യമുണ്ട്, പീഠഭൂമികളുണ്ട്, വലുതും ചെറുതുമായിട്ടുള്ള താഴ്വാരങ്ങൾ, വലിയ പർവ്വതങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഭൂമിയിലുണ്ട്. ഇവയെല്ലാം ചേർത്തിട്ട് നമുക്ക് എന്ത് പറയാം? ഭൂമിയിൽ കാണുന്ന ഭൂരൂപങ്ങൾ, അല്ലെ? ഭൂമിയിൽ കാണുന്ന രൂപങ്ങൾ അഥവാ ഭൂരൂപങ്ങൾ എന്ന് പറയാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ഈ ഭൂരൂപങ്ങൾ, അതായത് എങ്ങനെ ഉണ്ടായി, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ ഓർക്കേണ്ടത്. ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആന്തരിക ശക്തികൾക്കും ബാഹ്യ ശക്തികൾക്കും കഴിയുന്നു. അതായത് ഭൂമിയുടെ ഉപരിതലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണപ്പെടുന്ന ഈ ഒരു ഭൂമിയുടെ സർഫസിൽ മാറ്റം ഉണ്ടാവുമ്പോഴാണല്ലോ പുതിയ പുതിയ രൂപങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ മാറ്റം ഉണ്ടാവാൻ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എൻഡോജനിക് ഫോഴ്സസ് അഥവാ അകത്ത് നിന്നുണ്ടാവുന്ന ഇന്റേണൽ ആയിട്ടുണ്ടാകുന്ന ശക്തികൾ, അതാണ് എൻഡോജനിക് ഫോഴ്സസ്. 2 എന്താണ്? എക്സ്റ്റേണൽ ഫോഴ്സസ്, ബാഹ്യ ശക്തികൾ. ഈ 2 രീതിയിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ പുതിയ രൂപങ്ങൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാനോ സാധിക്കും. ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായിക്കുന്ന പ്രക്രിയയെ നമ്മൾ ഭൂരൂപീകരണ പ്രക്രിയ അഥവാ ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വിളിക്കും. ഇതാണ് ഭൂരൂപങ്ങൾ അഥവാ ഈ ഒരു പർവ്വതമോ അല്ലാന്നുണ്ടെങ്കിൽ പീഠഭൂമിയോ പ്ലെയിൻസോ അല്ലെങ്കിൽ താഴ്വാരങ്ങളോ ഇങ്ങനെ പറയുന്ന ഓരോന്നും ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഭൂരൂപീകരണ പ്രക്രിയ അഥവാ ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. ഒഴുകുന്ന വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാല തുടങ്ങിയ ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ ഏതൊക്കെ കാരണങ്ങളാണെന്ന് നോക്കിക്കേ. ജിയോമോർഫിക് പ്രോസസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ ഒരു പുതിയ രൂപം ഉണ്ടാകാൻ സഹായിക്കുന്ന പ്രക്രിയകൾ അഥവാ പ്രോസസ്സാണ് ജിയോമോർഫിക് പ്രോസസ്സ്. അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് സഹായിക്കുന്നത്? ഇപ്പൊ വെള്ളം ഒഴുകി പോകുന്നു, ഒരു സ്ഥലത്തൂടെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം ഒഴുകി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണിനെ എല്ലാം ഒലിച്ചിട്ട് അതെന്താണ്? ഒരു താഴ്വാരം പോലെയോ അല്ല എന്നുണ്ടെങ്കിൽ ഈ മണ്ണെല്ലാം കൂടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അവിടെ ഒരു എന്താണ് പീഠഭൂമി. ഫോർ എക്സാമ്പിൾ, ഒഴുകുന്ന വെള്ളം, അതായത് വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നു, കണ്ടിന്യൂസ് ആയിട്ട് ഒരു സ്ഥലത്തൂടെ വെള്ളം ഒഴുകി പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ കിടക്കുന്ന മെറ്റലും അല്ലെങ്കിൽ മണ്ണും എല്ലാം അവിടെ നിന്ന് ഒലിച്ചു പോകാനായിട്ട് കാരണമാവും, അല്ലേ? അതങ്ങ് നിരപ്പാവും, ആ ഭൂമി അങ്ങ് നിരപ്പായിട്ട് മാറും. ഇനി ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം കൂടെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെള്ളം ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? അവിടെ എന്ത് ഫോം ചെയ്യുന്നു? താഴ്വാരം അല്ലെങ്കിൽ പർവ്വതം പോലെ കുന്നുകളോ ഒക്കെ ഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടായി? പുതിയൊരു ഭൂരൂപം ഉണ്ടാവാൻ വെള്ളം കാരണമായി. ഇനി കാറ്റ്, നമ്മൾ
നമ്മൾ സ്ഥിരമായിട്ട് പറയാറുണ്ട്, കാറ്റെന്ന് പറയുന്നത് പല സാധനങ്ങളെയും മണ്ണിനെയൊക്കെ കാറ്റ് അടിച്ചു കൊണ്ടുപോയിട്ട് മറ്റൊരിടത്ത് കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ ഭൂരൂപം ഉണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ പർവ്വത പ്രദേശങ്ങളിൽ ഹിമാനികൾ, അതുപോലെ തിരമാല, ഇതെല്ലാം എന്താണ്, ബാഹ്യശക്തികളുടെ നിരന്തര ഫലമായി, അതായത് എക്സ്റ്റേണൽ ഫോഴ്സ് വഴി ഭൂരൂപങ്ങൾ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ്. ആയതിനാൽ ഈ ശക്തികളെ ഭൂരൂപീകരണ സഹായികൾ അഥവാ ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കും. അപ്പൊ സ്പീഡിൽ പറയുന്നത് ഇത് നമ്മൾ ഇപ്പോൾ ഒരു ആവശ്യമായതുകൊണ്ടാണ്, അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, ഒന്ന് റീകളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട പോയിന്റ്സ് മാത്രം പഠിക്കുക. അതാണ് അപ്പോൾ ഇത്രയും നേരം പറഞ്ഞ എന്താണ്, എൻഡോജനിക് ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സിനും എന്തുണ്ടാക്കാനുള്ള കഴിവുണ്ട്, ഭൂമിയുടെ ഉപരിതലത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ജിയോമോർഫിക് പ്രോസസ് അഥവാ ഭൂരൂപീകരണ പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പുതിയ ഭൂരൂപങ്ങൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്ന പ്രോസസ്സാണ്. എന്തൊക്കെയാണ് എക്സാമ്പിൾസ്, വെള്ളം, കാറ്റ്, ഹിമാനി, തിരമാലകൾ തുടങ്ങിയവയാണ് എന്തെന്ന് പറയുന്നത് ജിയോമോർഫിക് ഏജൻസ്. അതായത് ഭൂമിയിൽ പുതിയ രൂപങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നത് അല്ലെങ്കിൽ സഹായിക്കുന്നത് ഇവരായതുകൊണ്ട് ഇവരെ നമ്മൾ ജിയോമോർഫിക് ഏജൻസ് എന്ന് വിളിക്കും. കൃത്യമാണല്ലോ. ഇനി നോക്കാം, ഇപ്പം നമ്മൾ ഹിമാനി എന്ന് പറഞ്ഞു. അപ്പോൾ ചിലർക്കെങ്കിലും സംശയം കാണും, എന്താണ് ഈ ഹിമാനി? ഇവിടെ പറയുന്നുണ്ട്, ഹിമാനി മഞ്ഞു മൂടിയ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ താഴ്വാരങ്ങളിലേക്ക് സാവധാനം നീങ്ങുന്നു. ഇപ്രകാരം നീങ്ങുന്ന മഞ്ഞുപാളികളെ നമ്മൾ ഹിമാനികൾ എന്ന് വിളിക്കും. എന്താണ്, നമുക്കറിയാം പർവ്വത പ്രദേശങ്ങളിലെല്ലാം എന്താണ്, ഹിമാലയം തന്നെ എടുക്കുക, അവിടെ മഞ്ഞു മൂടി കിടക്കുവാണല്ലോ. അവിടെ നിന്നും ഭീമാകാരമായ മഞ്ഞുപാളികൾ, വലിയ വലിയ മഞ്ഞുപാളികൾ പതുക്കെ താഴ്വാരത്തേക്ക് നീങ്ങി വരും അല്ലെ. ഇങ്ങനെ നീങ്ങി വരുന്നതിനെയാണ് നമ്മൾ ഹിമാനികൾ എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ഭൂരൂപീകരണ ശാസ്ത്രം അഥവാ ജിയോമോർഫോളജി? എന്തായിരിക്കും? ഭൂരൂപങ്ങളുടെ രൂപീകരണം അല്ലെങ്കിൽ അവയ്ക്കുണ്ടായ മാറ്റം, പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഭൗമശാസ്ത്ര ശാഖയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജിയോമോർഫോളജി അഥവാ ഭൂരൂപീകരണ ശാസ്ത്രം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് ജിയോമോർഫിക് ഏജന്റ്, ജിയോമോർഫിക് പ്രോസസ്, എക്സ്റ്റേണൽ എൻഡോജനിക് ഫോഴ്സസ്, ജിയോമോർഫോളജി, ഇത്രയും കാര്യങ്ങൾ കൃത്യമാണല്ലോ. ഇനി നോക്കാം, ഇനി നമ്മൾ ഇവിടെ കുറച്ച് പടങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഇളകിയ വസ്തു, ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം മിക്കവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. കാറ്റടിച്ചുകൊണ്ട് പോയി മണ്ണിലെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, വെള്ളം ഒഴുക്കിക്കൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഹിമാനി മുകളിലുണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം ഒഴുക്കിക്കൊണ്ട് വരുന്നു. തിരമാല കണ്ടിന്യൂസ് ആയിട്ട് അടിച്ചിട്ട് അവിടെ എന്താണ്, കുന്നുകളും താഴ്വാരങ്ങളും അല്ലെങ്കിൽ കുറേ മണ്ണിനെ ഒലിപ്പിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ മാറ്റം വരുന്നു അല്ലേ. മരുഭൂമിയിലൊക്കെ കാറ്റടിച്ചിട്ട് ഒരു പ്രദേശത്ത് നിന്നും വലിയ തോതിലുള്ള മണ്ണ് വേറൊരു പ്രദേശത്തേക്ക് മാറ്റി അവിടെ കൂനകൾ ഫോം ചെയ്യിക്കുന്നു. ഇതെല്ലാം എന്താണ്, ഭൂരൂപീകരണമാണ്. അതുകൊണ്ട് ഇതെല്ലാം ഭൂരൂപീകരണ ഏജന്റുകൾ അഥവാ ഭൂരൂപീകരണ സഹായികൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് നോക്കാം, ഇതിനെ സഹായിക്കുന്ന കാര്യങ്ങൾ, അതായത് ഭൗതികവും രാസികവും ജൈവികവുമായ അപക്ഷയങ്ങളിലൂടെ ശിലകൾ പൊടിഞ്ഞ് രൂപപ്പെട്ട ശിലാവസ്തുക്കളെ ഒഴുകുന്ന വെള്ളം, കാറ്റ്, തിരമാല, ഹിമാനികൾ മുതലായ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുന്ന പ്രക്രിയയെ നമ്മൾ ഇറോഷൻ എന്ന് വിളിക്കും. അപ്പൊ എന്താണ് പ്രത്യേകത? ഇറോഷൻ എന്താണ്? മണ്ണൊലിപ്പ് അല്ലെ, സോയിൽ ഇറോഷൻ. എന്താ മണ്ണൊലിപ്പ്? ഒരു സ്ഥലത്ത് കിടക്കുന്ന മണ്ണിനെ മറ്റൊരു സ്ഥലത്തേക്ക് വലിച്ചുകൊണ്ട് പോകുന്നു അല്ലെ, നീക്കിക്കൊണ്ടു പോകുന്നതാണ് ഇറോഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എങ്ങനെയായിരുന്നു? ഒഴുകുന്ന വെള്ളം മണ്ണിനെയും കട്ടയും കല്ലിനെയും എല്ലാം വലിച്ചുകൊണ്ട് പോകുന്നു. കാറ്റ് ഒരിടത്ത് കിടക്കുന്ന മണ്ണിനെയോ മറ്റ് സാധനങ്ങളെ എല്ലാം ഒരിടത്തു നിന്ന് മാറ്റുന്നു. തിരമാല ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് കിടക്കുന്ന മണ്ണിനെ എല്ലാം ഒലിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഹിമാനികൾ മുകളിൽ കിടക്കുന്ന എന്തെങ്കിലും പൊടിപടലങ്ങളോ അല്ലെങ്കിൽ മഞ്ഞുകളോ കട്ടകളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴ്വാരത്തേക്ക് ഒലിപ്പിച്ചുകൊണ്ട് പോകുന്നു. ഇതെല്ലാം എന്താണ്? അപരദന പ്രോസസ്സാണ്, അതായത് ഇറോഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഈ വസ്തുക്കൾ താഴ്ന്ന പ്രദേശങ്ങളിലാണ് പോയി നിക്ഷേപിക്കുന്നത്. ഇതിനെ നിക്ഷേപണം അഥവാ ഡെപ്പോസിഷൻ എന്ന് വിളിക്കുന്നു. അതും അറിയാമല്ലോ. അതായത് താഴ്വാരത്തോട്ട് വന്നിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അവ മുകളിൽ കിടക്കുന്ന സാധനത്തിനെ ഇറോഷൻ വഴി, അപരദനം വഴി താഴ്വാരങ്ങളിൽ നിക്ഷേപിക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെപ്പോസിഷൻ. ബാഹ്യശക്തികൾ അപരദനത്തിനും നിക്ഷേപണത്തിനും കാരണമാകുന്നു. അപ്പോൾ ഈ ബാഹ്യശക്തികൾ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രോസസ്സുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് ഇറോഷനും ഡെപ്പോസിഷനും കാരണമാകുന്നത്. അപ്പം ഇത്രയും നേരം നമ്മൾ പറഞ്ഞതിനകത്ത് യാതൊരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി നോക്കാം, നദിക്കരയിലൂടെ, അതായത് നദി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലാൻഡ് ഫോം ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്നും നദി ഉത്ഭവിക്കുന്നു. അത് നമുക്കറിയാം അല്ലേ. ഉയർന്ന പ്രദേശങ്ങളിലെ നീരുറവകളിൽ നിന്ന്, പല പർവ്വതങ്ങളുടെ മുകളിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത്. തുടർന്ന് മഴയിലൂടെ ലഭിക്കുന്ന ജലത്താൽ ചെറുചാലുകളായി ഒഴുകി ഒത്തുചേർന്ന് അരുവികളാവുകയും
പല അരുവികൾ ചേർന്ന് നദി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു. ഒരു നദി ഉത്ഭവിക്കുന്ന പ്രദേശത്തെ പ്രഭാവസ്ഥാനം അഥവാ സോഴ്സ് എന്നോ അല്ലെങ്കിൽ അത് എവിടെ പോയി പതിക്കുന്നത് അത് മൗത്ത് എന്ന് അല്ലെങ്കിൽ നദീമുഖം എന്നറിയപ്പെടുന്നു. അപ്പം നദി ഉത്ഭവിക്കുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുന്നു ഹിമാലയ പർവ്വതത്തിന്റെ മുകളിൽ നിന്നും ഗംഗോത്രി ഹിമാനിയിൽ നിന്നും ഗംഗാ നദി ഉത്ഭവിക്കുന്ന കാര്യം നമ്മൾ പറയാറുണ്ട് അല്ലേ. അവിടെ നിന്ന് ഉത്ഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് സോഴ്സ് ആണ്, നദിയുടെ സോഴ്സ് ആണ്. ഇത് എവിടെ പോയി പതിക്കുന്നു, ഏത് ജലാശയത്തിൽ പോയി പതിക്കുമല്ലോ, ആ ജലാശയത്തിന്റെ ആ പതിക്കുന്ന ഇടത്തിനെ നമ്മൾ എന്ത് വിളിക്കും, മൗത്ത് അഥവാ നദീമുഖം എന്ന് വിളിക്കും. ചോദിക്കാം. ഇനി നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന് ജലത്തിന്റെ അളവ്, ഒരു നദി ഒഴുകുന്ന ഫാക്ടേഴ്സ്, അതായത് നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ. കഴിഞ്ഞ പ്രാവശ്യം ഡിഗ്രി പ്രിലിംസിന് കാറ്റിന്റെ സ്പീഡ് അല്ലെങ്കിൽ ഡയറക്ഷനെ ബാധിക്കുന്ന ഘടകങ്ങൾ ചോദിക്കുമ്പോൾ ഇപ്രാവശ്യം നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ചോദിക്കാം. LDC മെയിൻസിനായിക്കോട്ടെ പ്രിലിംസിനായിക്കോട്ടെ എന്തിനും. അപ്പൊ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് ജലത്തിന്റെ അളവ്, ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ നല്ല സ്പീഡിലായിരിക്കും ഒഴുകുന്നത്. ഇനി 2 ശിലാഘടന. അപ്പം ആ ഒരു നദി ഒഴുകുന്നിടത്തെ ശിലയുടെ ഘടന അത് ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. പ്രദേശത്തിന്റെ ചരിവ് കൂടുവാണെങ്കിൽ നല്ല രീതിയിൽ ഒഴുകിപ്പോവും. ഇനി അവസാദങ്ങളുടെ അളവ്, എന്താ അവസാദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വഹിച്ചുകൊണ്ട് വരുന്ന ഓരോന്നിൻ്റെയും അളവ്, അതിനനുസരിച്ചായിരിക്കും നദിയുടെ ഒഴുക്കിന്റെ സ്പീഡ് കൂടുവോ കുറയോ എന്ന് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പം മൗത്ത്, സോഴ്സ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ സ്പീഡ് അല്ലെങ്കിൽ ഒഴുക്കിനെ നദിയുടെ ഒഴുക്കിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നോക്കാം, പ്രഭവസ്ഥാനം മുതൽ അതായത് സോഴ്സ് മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസത്തിനനുസരിച്ച് നദീമാർഗത്തെ നമ്മൾ 3 ഘട്ടമായിട്ട് തിരിക്കും. അതായത് ഉത്ഭവിക്കുന്നിടം തൊട്ട് ചെന്ന് പതിക്കുന്നിടം വരെയുള്ള ആ ഒരു നദിയുടെ പോക്കിനെ നമുക്ക് 3 കോഴ്സായിട്ട് തിരിക്കാം. എന്താണ്? അപ്പർ കോഴ്സ്, മിഡിൽ കോഴ്സ്, ലോവർ കോഴ്സ്. അപ്പർ കോഴ്സ് എന്താണ്? ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം, ഇങ്ങനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്നും കുത്തനെയുള്ള ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകുന്ന ഭാഗമാണ് ഉപരിഘട്ടം. ഇപ്പൊ എന്താണ്, നദി ഉത്ഭവിക്കുന്നത് മലയുടെ മണ്ടയ്ക്കാണ്, അവിടെ നിന്നും കുത്തനെയുള്ള ചരിവിലൂടെ നദി ഇങ്ങനെ താഴോട്ട് ഒഴുകി വരും അല്ലെ. അവിടം തൊട്ട് തുടങ്ങുന്നതാണ് ഉപരിഘട്ടം. മുകളിൽ നോർക്കുക, അപ്പർ കോഴ്സ്, നദി ഉത്ഭവിക്കുന്ന മുകളിലെ ചരിവിലൂടെ അതിവേഗത്തിൽ ഒഴുകി വരുന്ന ആ ഒരു ഭാഗം. അപ്പം അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായി കാണപ്പെടുന്ന ഘട്ടമാണ് ഇവിടെ. അപരദന പ്രക്രിയ മീൻസ് ഇറോഷൻ, മാക്സിമം സാധനത്തിന് ഇറോഷനിലൂടെ മാക്സിമം ഇന്റൻസിറ്റിയിൽ ഇങ്ങ് കൊണ്ടുവരുവാണ് അവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ശക്തമായ അപരദന പ്രവർത്തനം നടക്കുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങൾ ഇല്ല, അവിടെ ഒരിക്കലും നിക്ഷേപിക്കാൻ പറ്റില്ല, സാധനം കുത്തനെ കിടക്കുമായതുകൊണ്ട് എവിടെയും കൊണ്ടുവന്ന് ഡെപ്പോസിഷൻ നടക്കത്തില്ല, ഇങ്ങനെ വലിച്ചുകൊണ്ടുവരും. താഴ്വരകൾ, വെള്ളച്ചാട്ടം തുടങ്ങിയ ഭൂരൂപങ്ങൾ ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ ഉപരിഘട്ടത്തിൽ എന്തൊക്കെ കാണപ്പെടും? താഴ്വാരങ്ങളും വെള്ളച്ചാട്ടവും ഒക്കെ കാണപ്പെടുന്ന ഒരു ഏരിയ ആയിരിക്കും ഉപരിഘട്ടം. അപ്പൊ ചരിവ് താരതമ്യേന കുറഞ്ഞ അടിവാര മേഖലയിലൂടെ നദി ഒഴുകുന്ന ഭാഗത്തിനെ നമ്മൾ മധ്യഘട്ടം എന്ന് വിളിക്കും. അപ്പം മുകളിൽ ഉപരിഘട്ടം പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത ആളാണ് മധ്യഘട്ടം. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചരിവ് താരതമ്യേന ഇവരുടെ അത്രയൊന്നുമില്ല, പക്ഷെ കുറവായിരിക്കും, വന്ന് വീഴുകയല്ലേ. അപ്പൊ അവിടെ അതാണ് മധ്യഘട്ടം എന്ന് വിളിക്കുന്നത്, അടിവാര മേഖല. ഈ ഘട്ടത്തിൽ നദിയുടെ വെലോസിറ്റി അഥവാ വേഗം കുറയുന്നത് കൊണ്ട് അപരദന തീവ്രത കുറഞ്ഞ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഒലിപ്പിച്ചുകൊണ്ട് വന്ന കംപ്ലീറ്റ് കാര്യങ്ങളും പതുക്കെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന ഒരു ഭാഗമാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. അതായത് അടിവാരത്തു കൂടി ഒഴുകുന്നു, അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ സജീവമായിരിക്കും. മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? മധ്യഘട്ടങ്ങളിലാണ്. ഒറ്റ കാര്യം ആലോചിക്കുക, ഒരിക്കലും ഉപരിഘട്ടത്തിലെ മിയാൻഡേഴ്സും ഓക്സ്ബോ തടാകങ്ങളും കാണില്ല. കാരണം എന്താണ്? അത് കുത്തനെ കിടക്കുക ആയതുകൊണ്ട് മാക്സിമം സംഭവങ്ങളെ ഡെപ്പോസിറ്റ് ചെയ്യാനായിട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ, ഡെപ്പോസിറ്റ് ചെയ്യത്തില്ല ഉപരിഘട്ടത്തിൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ മധ്യഘട്ടം അവിടെ കഴിഞ്ഞു. ഇനി എന്താണ്? സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്ക്. അപ്പം മധ്യഘട്ടം കഴിഞ്ഞു, അടിവാരം എത്തി, ഇനി താഴോട്ട് പ്ലെയിൻ ആയിട്ട് ഒഴുകാൻ പോവുകയാണ്. അപ്പം സമതല ഭാഗത്തു കൂടിയുള്ള നദിയുടെ ഒഴുക്കാണ് കീഴ്ഘട്ടം. അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണ പ്രവർത്തനം കൂടുതലായിരിക്കും. അപ്പോൾ ഏറ്റവും കൂടുതൽ നിക്ഷേപണ പ്രവർത്തനം ഉള്ളത് എവിടെയായിരിക്കും? സമതല ഭാഗങ്ങളിലായിരിക്കും. അപ്പോൾ അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നതിനാലും ഒഴുക്കിന്റെ വേഗം കുറവായതിനാലും ഈ ഘട്ടത്തിൽ നിക്ഷേപണം, അപ്പോൾ ഒഴുകി വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അവിടെ എന്തുണ്ട്? ഒരുപാട് അവസാദങ്ങൾ നദിയിലുണ്ടായിരിക്കും. ആ ഒരു അവസാദങ്ങളും പിന്നെ ഒഴുക്കിന്റെ വേഗം എന്താണ്? വളരെ കുറവായതിനാലും ഒക്കെ ഈ മാക്സിമം കൊണ്ടുവന്നത് മൊത്തം എവിടെയായിരിക്കും നിക്ഷേപിക്കുന്നത്? നമ്മുടെ കീഴ്ഘട്ടത്തിൽ അഥവാ
ഈ ലോവർ ആയിട്ട് വരുന്ന കോഴ്സിലായിരിക്കും ഉപേക്ഷിക്കുന്നത്. ഓക്കെ ആണല്ലോ. കീഴ്ഘട്ടം സമതല പ്രദേശത്ത് കൂടി ഒഴുകുന്നതാണ്. നിക്ഷേപണ പ്രവർത്തനങ്ങൾ വളരെ സജീവം. പ്രളയ സമതലം, ഡെൽറ്റ തുടങ്ങിയ നിക്ഷേപ രൂപങ്ങൾ കാണപ്പെടുന്നത് എവിടെയാണ്? കീഴ്ഘട്ടം അഥവാ ലോവർ കോഴ്സിലായിരിക്കും. അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. ഇതൊക്കെ എല്ലാവരും പഠിച്ചു കാണും, എങ്കിലും ഒന്നുകൂടെ നോക്കി വയ്ക്കുക. ഇനി നോക്കുക, നദിയുടെ അപരദനത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ ഒഴുക്കിന്റെ വേഗം, ഒഴുകുന്ന പ്രദേശത്തിന്റെ ചരിവ്, ശിലയുടെ ഘടന എന്നിവ നദിയുടെ അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ ഫാക്ടേഴ്സ് കൃത്യമായിട്ട് നോക്കി വയ്ക്കുക. അപരദന തീവ്രത, നദിയുടെ അപരദന തീവ്രതയെ, ഇറോഷൻ ആ ഒരു ഇന്റൻസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: ഒന്ന്, എത്രത്തോളം സ്പീഡിലാണ് ഒഴുകുന്നത്; രണ്ട്, എത്രത്തോളം ചരിവുള്ള പ്രദേശത്തിലൂടെ ഒഴുകുന്നു; മൂന്ന്, എന്താണ് അവിടുത്തെ റോക്ക് സ്ട്രക്ചർ, ഇത് ഒഴുകി വരുന്നിടത്തെ ആ ഒരു ശിലാഘടന. അത് മൂന്നുമാണ് അപരദന തീവ്രതയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, അതായത് ഇറോഷണൽ ആ ഒരു ഇന്റൻസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നദി ഒഴുകിക്കൊണ്ടു പോകുന്ന ചരല്, മണല്, ഉരുളൻ കല്ല് തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുമുള്ള ശിലകൾ ഉരസുന്നതിനും തന്മൂലം പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇപ്രകാരമുള്ള അപരദനത്തെ നമ്മൾ അബ്രേഷൻ അല്ലെങ്കിൽ കൊറേഷൻ, അപഘർഷണം എന്ന് വിളിക്കുന്നു. കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കാം. ഒഴുകുന്ന പ്രദേശത്തെ കഠിനശിലകളെ പോലും മിനുസപ്പെടുത്തുന്നതിന് ഈ പ്രവർത്തനത്തിലൂടെ നദികൾക്ക് സാധിക്കുന്നു. അപ്പം അബ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപഘർഷണം. ഈ നദി ഒഴുകിക്കൊണ്ടു പോകുന്ന ചരലും മണലും ഉരുളൻ കല്ലുകളൊക്കെ തുടങ്ങിയ ശിലാപദാർത്ഥങ്ങൾ അടിത്തട്ടിലും ഇരുവശങ്ങളിലുള്ള ശിലകളിലൊക്കെ ഉരസുന്നത് മൂലം എന്തു പറ്റും? പാറകൾക്ക് തേയ്മാനം ഉണ്ടാകുന്നു. എന്താണ് പാറകൾക്ക് തേയ്മാനം? ഈ കൊണ്ടുവരുന്ന സാധനങ്ങൾ ഓൾറെഡി ഉള്ള പാറകളിൽ തട്ടി ഉരസിയിട്ട് തേയ്മാനം സംഭവിക്കും പാറകൾക്ക്. അതിനെയാണ് നമ്മൾ അപഘർഷണം എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് ഈ പറയുന്ന ഓരോ പോയിന്റും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. ഇനി നദിയുടെ ഭൂരൂപങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ഓരോ വി ഷേപ്പ്, ഈ ഒഴുകുന്നതിനനുസരിച്ച് ഓരോ ഷേപ്പുകൾ ഫോം ചെയ്യാറുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞു ഓക്സ്ബോ ലേക്ക് അല്ലേ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പം നീർച്ചാലുകൾ അല്ലേ, അപരദനത്തിലൂടെ രൂപപ്പെട്ട നീർച്ചാലാണ് ഇവിടെ കാണുന്നത്. നീർച്ചാൽ, ഈ വെള്ളം ഒഴുകി പോകുന്ന ആ ഒരു ചാലാണിത്. ഒഴുക്കിന്റെ വേഗം വർദ്ധിക്കുന്നതിനനുസരിച്ച് ശക്തമായ അപരദന പ്രക്രിയയുടെ ഫലമായി നദികളുടെ ആഴം വർദ്ധിക്കുന്നു. നദിയുടെ അടിത്തട്ടിൽ അപരദനം തീവ്രമാകുന്നതോടെ താഴ്വരകൾക്ക് പ്രത്യേകം രൂപം വരുന്നു അല്ലേ. അപ്പം മാക്സിമം അപരദനം നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ താഴ്വരകളുടെ രൂപം മാറുക എന്നാണ് അർത്ഥം. ഇത്തരത്തിൽ രൂപം കൊണ്ട ഒരു താഴ്വരയുടെ ആകൃതിയാണ് ഇവിടെ വി രൂപ താഴ്വരകൾ എന്നറിയപ്പെടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നദിയുടെ അപരദന നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന ഭൂരൂപങ്ങളെ നദീജന്യ ഭൂരൂപങ്ങൾ അഥവാ ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നാണ്. അപ്പം നദിയുടെ അപരദന നിക്ഷേപണം, ഈ കൊണ്ടുവരുന്ന ഇറോഷൻ കൊണ്ടുവരുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം നിക്ഷേപിക്കുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പുതിയ ലാൻഡ് ഫോംസിനെ നമ്മൾ എന്ത് വിളിക്കും? ഫ്ലൂവിയൽ ലാൻഡ് ഫോംസ് എന്നാണ് വിളിക്കുന്നത്, നദീജന്യ ഭൂരൂപങ്ങൾ. അപ്പം ഈ പറയുന്ന സമയത്ത് നമ്മൾ എന്താണ് ഓർത്തു നോക്കുക. ഇനി നോക്കുക, ഒരു വെള്ളച്ചാട്ടം, ഇവിടെ വെള്ളച്ചാട്ടം കൊടുത്തിട്ടുണ്ടല്ലോ. നദിയുടെ അപരദന ഫലമായി സാധാരണയായി ഉപരിഘട്ടത്തിലാണ് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നത്. കഠിനവും മൃദുവുമായ ശിലകൾ ഇടകലർന്ന് കാണപ്പെടുന്ന താഴ്വരകളിൽ മൃദുശിലകൾ കൂടുതൽ അപരദന വിധേയമാകുന്നു. ഇത് വെള്ളച്ചാട്ടങ്ങൾ രൂപം കൊള്ളുന്നതിന് കാരണമാകുന്നു. ഉപരിഘട്ടം പിന്നിടുന്നതോടെ നദിയുടെ അടിത്തട്ടിലേക്കുള്ള അപരദന തോത് കുറയുന്നു, എന്നാൽ വശങ്ങളിലേക്കുള്ള അപരദനം ശക്തമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഓക്സ്ബോയൊക്കെയാണ് പറയുന്നത്, താരതമ്യേന ചരിവ് കുറഞ്ഞ പ്രദേശത്തു കൂടി പോകുന്ന നദിയുടെ ഒഴുക്കിനെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ തടസ്സപ്പെടുത്തുമ്പോൾ നദി എന്ത് ചെയ്യും? വളഞ്ഞൊഴുകും. ഓർക്കുക, ചരിവ് കുറഞ്ഞ പ്രദേശം, ഇപ്പോൾ ചരിവ് കൂടുതലാണെങ്കിൽ ചൂന്ന് ഒഴുകിയെങ്കിൽ പോരും. പക്ഷെ ചരിവ് കുറഞ്ഞ പ്രദേശമാണെങ്കിൽ എന്ത് പറ്റും? ഒഴുകുന്നതിൻ്റെ ആ ഒരു സ്പീഡ് കുറവായിരിക്കും അല്ലേ. അപ്പം ഒഴുകുന്നതിൻ്റെ അവസാദങ്ങളോ ശിലാരൂപങ്ങളോ ഒക്കെ തടസ്സപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഒരാൾ തടസ്സപ്പെടുത്തി നമ്മൾ സൈഡിൽ കൂടെ അങ്ങ് പോകുന്നത് പോലെ നദി എന്തോ ചെയ്യും? വളഞ്ഞങ്ങ് ഒഴുകും. ഈ തടസ്സം കിടക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് മാറി അങ്ങ് ഒഴുകും. ഇത്തരത്തിൽ വളഞ്ഞൊഴുകുന്ന ഒരു നദീഭാഗമാണ് ഇതുകൊണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. വളഞ്ഞ് ഇങ്ങനെ പോവുകയാണ് അല്ലേ. അപ്പം നദീമാർഗങ്ങളിൽ കാണപ്പെടുന്ന ഇത്തരം വളവുകളെ നമ്മൾ എന്ത് വിളിക്കും? മിയാൻഡേഴ്സ് എന്ന് വിളിക്കും അല്ലെ. ഇങ്ങനെയുള്ള വലയങ്ങളെ നമ്മൾ വിളിക്കും മിയാൻഡേഴ്സ്. വലിയ നദികളുടെ മധ്യഘട്ടത്തിലും കീഴ്ഘട്ടത്തിലും ഒക്കെ മിയാൻഡേഴ്സ് രൂപപ്പെടാറുണ്ട്. അപ്പം മിയാൻഡേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലയങ്ങൾ എന്ന് ഓർക്കുക. എന്തെങ്കിലുമൊക്കെ തടസ്സം വരുന്ന സമയത്ത് നദി വളഞ്ഞു ഇങ്ങനെ ഒഴുകുന്നതിനെയാണ് നമ്മൾ മിയാൻഡേഴ്സ് എന്ന് വിളിക്കുന്നത്. തുടർന്നുള്ള അപരദന നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായി വലയങ്ങൾക്കുണ്ടാകുന്ന രൂപമാറ്റമാണ് താഴെ തന്നിരിക്കുന്നത്. അപ്പോൾ തുടർച്ചയായ അപരദന നിക്ഷേപണ പ്രക്രിയയിലൂടെ വലയങ്ങൾ കൂടുതൽ വളയുകയും തുടർന്ന് നദി നേർരേഖാഗതി സ്വീകരിക്കുകയും ചെയ്യുന്നു.
വളഞ്ഞൊഴുകിയ ഭാഗം നിക്ഷേപണത്തിലൂടെ നദിയുടെ പ്രധാന ഭാഗത്തു നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട തടാകങ്ങൾ രൂപപ്പെടുന്നു. നദിയിൽ നിന്നും വേറിട്ട് കാണുന്ന ഇത്തരം തടാകങ്ങളെ നമ്മൾ ഓക്സ്ബോ ലേക്സ് എന്ന് വിളിക്കും, അല്ലേ? അപ്പം ഇവിടെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിക്ഷേപണം ഈ ഇങ്ങനെ വളഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒഴുകി വരുന്നിടത്ത് ഈ അപരദനം കൊണ്ടുവരുന്ന കല്ലും കട്ടയും മണ്ണും ഒക്കെ കുറേ നാളിങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തപ്പോഴത്തേക്ക് ഇവിടെ അങ്ങ് വീണങ്ങ് അടഞ്ഞു. അപ്പം എന്തു പറ്റി? ഇവിടെ സെപ്പറേറ്റ് ഒരു ലേക്ക് അങ്ങ് ഫോം ചെയ്തു, എന്നാൽ ഇതിൽ നിന്നും വിട്ടുമാറുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഒഴുകി വന്നിടത്ത് നിന്നും വിട്ടുമാറിയിട്ട് പുതിയൊരു തടാകങ്ങൾ ഫോം ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ഓക്സ്ബോ ലേക്ക് എന്ന് വിളിക്കുന്നത്. ഇനി നോക്കുക, പ്രളയ സമതലങ്ങൾ മനുഷ്യന് ഗുണമോ എന്ന് പറയുന്ന ഒരു സെക്ഷൻ. അപ്പോൾ പ്രളയ സമതലവും എന്താണ്? ഒരു ഭൂരൂപമാണ്. അപ്പോൾ മഴക്കാലത്ത് നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. നദി ഒഴുകുന്ന ചാലിൻ്റെ ഇരുകരകളിലേക്കും ഏറെ ദൂരത്തോളം പ്രളയജലം എത്തുന്നുണ്ട്. ഇങ്ങനെ പ്രളയബാധിതമാകുന്ന ഇരകലകളിലും എന്തു പറ്റും? എക്കൽ നിക്ഷേപിച്ച് സമതലം രൂപപ്പെടും, അല്ലെ? ഇത്തരം സമതലങ്ങളെയാണ് നമ്മൾ ഫ്ലഡ് പ്ലെയിൻസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കും? പ്രളയ സമതലം. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്രളയം വരുന്ന സമയത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് കുറേ സ്ഥലങ്ങളിലൂടെ എന്താവും? ഒരു സമതല രൂപത്തിലേക്ക് മാറും. അതാണ് ഫ്ലഡ് പ്ലെയിൻസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ലോകപ്രശസ്തമായ പല നദീ സംസ്കാരങ്ങളും ഉടലെടുത്ത് എവിടെയാണ്? പ്രളയ സമതലങ്ങളിലാണെന്ന് പറയാം. കൃഷിക്ക് അനുയോജ്യമായതിനാൽ ഇത്തരം എക്കൽ സമതലങ്ങളൊക്കെ ഏറെ പ്രധാനപ്പെട്ടാണ്. ഗംഗയുടെയും ഒക്കെ ആ ഒരു എക്കൽ സമതലം പ്രസൻസ് ഉള്ള ഗംഗയുടെയൊക്കെ തീരമില്ലേ, അത് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഉത്തരേന്ത്യൻ എക്കൽ സമതലങ്ങളെ പറ്റിയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഓൾറെഡി പണ്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. പോഷക നദികളും കൈവഴികളും പറയുന്നില്ല, കാരണം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് വിട്ടേക്കാണ്. ഇനി നമുക്ക് ഈ ഒരു കൂട്ടത്തിൽ വേണ്ടത് ഡെൽറ്റയെ പറ്റിയിട്ട്, അല്ലേ? ഡെൽറ്റ എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് നോക്കി വെച്ചേക്കാം. അപ്പം നദി മുഖത്തോടടുക്കുമ്പോൾ, അതായത് നദി ഒഴുകി അതിൻ്റെ ആ ഒരു എവിടെയാണോ പതിക്കേണ്ടത് അതിൻ്റെ അടുത്തേക്ക് എത്തുന്നതാണല്ലോ മൗത്ത് എന്ന് പറയുന്നത്. അപ്പം ആ നദീമുഖത്തേക്ക് അടുക്കുമ്പോൾ നദി എന്ത് ചെയ്യും? വളരെ സ്പീഡ് കുറഞ്ഞായിരിക്കും ഒഴുകുന്നത്, ആണല്ലോ. നദീജലത്തിൻ്റെയും അവസാദങ്ങളുടെയും അളവ് കൂടുതലായ ഈ പ്രദേശത്ത് മിക്ക നദികളും ചെറിയ കൈവഴികളായിട്ട് പിരിഞ്ഞൊഴുകും. നദികൾ ഒഴുക്കിക്കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഈ കൈവഴികൾക്കിടയിൽ നിക്ഷേപിച്ചുണ്ടാകുന്ന ത്രികോണ സമാനമായ ആകൃതിയിലുള്ള ഭൂരൂപങ്ങളെ നമ്മൾ എന്ത് വിളിക്കും? ഡെൽറ്റ എന്ന് വിളിക്കും, അല്ലെ? ഗ്രീക്ക് അക്ഷരമാലയിൽ ഈ ഡെൽറ്റ എന്ന അക്ഷരത്തിനോട് സാമ്യമുള്ള ഭൂരൂപത്തിനാലാണ് ഇതിനൊരു ഡെൽറ്റ എന്ന് പറയുന്ന പേര് വന്നത്. അപ്പം മൗത്തിനോടടുത്താണ് ഡെൽറ്റ ഫോം ചെയ്യുന്നത്. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കാം. അപ്പോൾ സുന്ദർബൻ ഡെൽറ്റ ഏറ്റവും ഫേമസ് ആയതായതുകൊണ്ട് അവിടെ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ട്, നോട്ട് ചെയ്ത് പഠിക്കാം. ഇനി അടുത്തത് ഭൗമ ഉപരിതല നീരൊഴുക്കിന്റെ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഉപരിതല നീരൊഴുക്കിന്റെ ഒരു ഭാഗം മണ്ണിനടിയിലേക്ക് ഊർന്നിറങ്ങി ഭൂഗർഭ ജലമായി പരിണമിക്കുന്നു. എന്താണ്? ഒരു ഭാഗം നമുക്കറിയാം മണ്ണിനടിയിലേക്ക് വെള്ളം പോകുന്നു അറിയത്തില്ലേ? അപ്പൊ അതിന്റെ ഒരു പാർട്ട്, ഈ വെള്ളത്തിൽ മണ്ടയ്ക്കൂടെ ഒഴുകുന്നതിന്റെ ഒരു പാർട്ട് അടിയിലേക്ക് പോകുന്നുണ്ട്, അല്ലെ? ഗ്രൗണ്ട് വാട്ടർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. ഒട്ടുമിക്ക വസ്തുക്കളെയും അലിയിച്ച് ചേർക്കാൻ കഴിവുള്ള ജലം ശിലകളിലൂടെ ഒഴുകുമ്പോൾ ശിലകളിലെ ചില ധാതുക്കൾ ജലത്തിൽ അലിഞ്ഞു ചേരുന്നു. ഇതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഉപ്പ് ലയിക്കുന്ന ആദ്യം ആലോചിക്കുക. ഭൂഗർഭ ജലത്തിന്റെ അപരദന പ്രവർത്തനവും തുടർന്നുള്ള ഭൂരൂപീകരണവും ലയന പ്രവർത്തനത്തിന്റെ ഫലമാണ്. അതിനെ പറ്റിയിട്ടാണ് നെക്സ്റ്റ് ഇവിടെ പറയുന്നത്. ഉള്ളത് ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രം പറയാം, പക്ഷെ നിങ്ങൾ അവോയ്ഡ് ചെയ്യരുത്. ഞാൻ പറഞ്ഞല്ലോ നമുക്കിനി +1ൻ്റെയും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കേണ്ടത് കൊണ്ടാണ് വേഗത്തിൽ പോകുന്നത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ നിങ്ങൾ തനിയെ ഒന്ന് നോക്കുക കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടെ ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൻ്റെ അടുത്തുള്ള ബോറ ഗുഹകൾ ചുണ്ണാമ്പ് ശിലായുഗങ്ങൾക്ക് ഉദാഹരണമാണ്. നോക്കി വെച്ചേക്കുക, നോട്ട് എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതുക. ഇനി എന്താണ് സീ ക്ലിഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി കടലിലേക്ക് പോവാണ് നമ്മൾ. ഭൂരൂപങ്ങൾ കടലുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് പറയാൻ പോവുകയാണ്. നമുക്കറിയാം ബീച്ചുകൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ട് അപരദനത്തിന്റെ ഫലമായിട്ട് മണ്ണ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ബീച്ചുകൾ ഫോം ചെയ്യുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കടൽ തീരങ്ങളിലേക്ക് നോക്കുമ്പോൾ സീ ക്ലിഫ് എന്താണത്? കടലിലേക്ക് തള്ളി നിൽക്കുന്ന ചെങ്കുത്തായ കുന്നുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കടൽ തീര ക്ലിഫുകൾ അഥവാ സീ ക്ലിഫ് എന്ന് വിളിക്കുന്നത്. അത് ഓർത്ത് വെച്ചേക്കുക, നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമുക്കറിയാം കടലിൻ്റെ തീരത്തോട്ട് ചിലടത്തേണ്ടതിൻ്റെ ഈ ഒരു രൂപമല്ല കറക്റ്റ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ചില സിനിമകൾക്കകത്തൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും കടലിൻ്റെ അകത്തോട്ട് കൊച്ചൊരു പോർഷൻ മാത്രം അകത്തേക്ക് നിൽക്കുന്നത്. അതാണ് സീ ക്ലിഫ് എന്ന് പറയുന്നത്. അപ്പം ഇത് തിരുവനന്തപുരം ജില്ലയിലെ വർക്കല തീരത്ത് കാണുന്ന കടൽ തീര ക്ലിഫുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഈ ഒരു രൂപം. അടുത്തത് തിരമാലകൾക്ക് കടൽ തീര ശിലകളിൽ ശക്തമായി അടിക്കുന്നതിനാൽ അവയ്ക്ക് തേയ്മാനം സംഭവിക്കുന്നു. ഇപ്രകാരം തിരമാലകളുടെ അപകർഷണ ഫലമായി കടൽ തീരത്തുള്ള ശിലകൾ ഒറ്റപ്പെട്ട തൂണുകളായിട്ട് കാണപ്പെടുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കും? അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റാക്സ് അഥവാ സ്തംഭങ്ങൾ. ഇത്
കുറേ നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളം അടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് ഒറ്റപ്പെട്ട് കാണപ്പെടുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി കടൽ തീരത്ത് കാണപ്പെടുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ബീച്ച്. ഇപ്പം നമ്മൾ പറഞ്ഞതാണ് എന്താണ്, തിരമാലകളാലുള്ള നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് രൂപം കൊള്ളുന്നതാണ് ബീച്ചുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് ഇപ്പം നമ്മൾ പറഞ്ഞു കാറ്റടിച്ചിട്ട് മണലാരണ്യം അഥവാ മരുഭൂമിയിലെ ഒരു സ്ഥലത്തെ മണ്ണ് മറ്റൊരിടത്തേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്ത് അവിടെ എന്താണ് കുന്നുകൾ പോലെ ഫോം ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ പ്രധാനമായിട്ടും കാറ്റുണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് മരുഭൂമിയിലാണ് ഏറ്റവും കൂടുതൽ മാറ്റം വരുത്തുന്നത്. അപ്പോൾ അവിടെ പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ചുഴറ്റി വീശുന്ന ശക്തമായ കാറ്റ് മരുഭൂമിയിലെ വരണ്ട മണൽ മണ്ണിനെ ഇളക്കി മാറ്റി മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡിഫ്ലേഷൻ. പഠിച്ചു വെക്കുക, ഡിഫ്ലേഷൻ. മരുഭൂമിയിലെ മണ്ണിനെ കാറ്റ് ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് മാറ്റുന്നതാണ് ഡിഫ്ലേഷൻ. അത് ഓർത്തു വെച്ചേക്കുക. അടുത്തത് നെക്സ്റ്റ് നോക്കേണ്ടത് ഈ സാൻഡ് ഡ്യൂൺസ് അല്ലെങ്കിൽ മഷ്റൂം റോക്സ് കാണപ്പെടുന്നത് എവിടെയാണ്? അതായത് നമ്മുടെ മരുഭൂമിയിൽ കാണപ്പെടുന്ന കൂൺ രൂപത്തിൽ കാണപ്പെടുന്നതാണ് മഷ്റൂം റോക്സ്. അതുപോലെ തന്നെയാണ് സാൻഡ് ഡ്യൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മണൽക്കൂന. കാറ്റിന്റെ നിക്ഷേപണ ഫലമായി രൂപം കൊള്ളുന്നതാണ്, മരുഭൂമികളിൽ രൂപം കൊള്ളുന്നതാണ് മണൽക്കൂനകൾ എന്ന് പറയുന്നത്. അതുപോലെ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് എന്താണ്? മണൽക്കൂനകളെ നമ്മൾ ബർക്കനുകൾ എന്ന് വിളിക്കും. അപ്പൊ ബർക്കന്, സാൻഡ് ഡ്യൂൺസ് അഥവാ മണൽക്കൂന, മഷ്റൂം റോക്സ് കൂൺ ശിലകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? മരുഭൂമികളിലാണ്. നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്തത് മഞ്ഞുമലകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു ഹിമാനികളുടെ കാര്യം പറഞ്ഞു അല്ലേ. അത് ഗ്ലേസിയേഴ്സ് അഥവാ ഹിമാനികളാണ് അവിടെ കൂടുതലും ഈ ഭൂരൂപങ്ങളെ സൃഷ്ടിക്കുന്നത്. മഞ്ഞുപാളികൾ നീങ്ങുമ്പോൾ അവിടങ്ങളിലെ പാറക്കഷ്ണങ്ങളും മണ്ണും മറ്റു പദാർത്ഥങ്ങളും ഒപ്പം നീക്കിക്കൊണ്ടു പോരും ആര്? ഈ ഹിമാനികൾ അല്ലെ. ഹിമാനിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ ഉരച്ച് മിനുസപ്പെടുത്തുന്നു. ഇത് വിവിധ തരം ഹിമാനീയ അപരദന ഭൂരൂപങ്ങൾ സൃഷ്ടിക്കാനായിട്ട് കാരണമാകുന്നു. ആദ്യം നമ്മൾ പറഞ്ഞാൽ എന്താ ഹിമാനി എന്ന്. അപ്പോൾ ഇക്കൂട്ടത്തിൽ ഈ ഒരു കുറച്ച് പോയിന്റ്സ് ഉണ്ടല്ലോ. ഈ ഹിമാനികളുടെ പ്രവർത്തന ഫലമായി ഉണ്ടാകുന്ന ഭൂരൂപങ്ങൾ ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിലും ധ്രുവ പ്രദേശങ്ങളിലുമാണ് സാധാരണ കാണപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് ലോജിക്ക് വെച്ച് എഴുതുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നമ്മൾ ഓർക്കേണ്ട വേറൊരു കാര്യമാണ് സിർക്കുകൾ എന്ന് വിളിക്കുന്നത് എന്താണ്? സിർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അല്ലേ. അതിനകത്ത് രണ്ടാമത്തേതാണ് ഈ സിർക്കുകൾ എന്ന് പറയുന്നത്. ഡി കാണിക്കുന്നതാണ് സിർക്കുകൾ. അതായത് ചാരുകസേരയുടെ രൂപത്തിലുള്ള താഴ്വരകൾ, അതിനെയാണ് നമ്മൾ സിർക്കുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹിമാനികളുടെ കൂട്ടത്തിൽ തന്നെയാണ് സിർക്കുകൾ എന്ന് ഓർക്കുക. അപ്പോൾ അപരദന ഫലമായിട്ട് ചാരുകസയുടെ രൂപത്തിലുള്ള താഴ്വരകളെയാണ് സിർക്കുകൾ എന്ന് വിളിക്കുന്നത്. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദനം നിമിത്തം പൊതുവെ നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുള്ള യു രൂപ ഹിമ താഴ്വരകളും രൂപം കൊള്ളുന്നു. അപ്പോൾ യു എവിടെയാണ്? നമ്മുടെ ഹിമാനികളിലാണ്. ഇതാണ് യു രൂപത്തിൽ. വി എവിടെയാണ് ഫോം ചെയ്യുന്നത്? നദികളുടെ ഫലമായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നോക്കുക. അതുപോലെ മൊറൈൻസ് എന്താണെന്നൂടെ പഠിച്ചു വെച്ചേക്കാം. ഹിമാനികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമതാഴ്വരയുടെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൊറൈൻസ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? മൊറൈനുകൾ. ഓർമ്മയുണ്ടല്ലോ. അപ്പൊ ഈ ടേംസ് ഉണ്ടല്ലോ, സിർക്ക്, മൊറൈൻസ്, അതുപോലെ ഇപ്പം നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ബർക്കൻസുകൾ, സാൻഡ് ഡ്യൂൺസ്, മൺകൂന, അത് എളുപ്പമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് ഫോം ചെയ്യുന്നതെന്നൊന്ന് ഓർത്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ചാപ്റ്റർ വേഗത്തിൽ ഒന്ന് നോക്കാം. അപ്പം നിങ്ങൾ വായിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക. അപക്ഷയം, ഭൂദ്രവ്യ ശോഷണം എന്നിവയിലൂടെ ഭൗമോപരിതലത്തിൽ മാറ്റം വരുത്തുന്ന അപരദന നിക്ഷേപണ കാരകങ്ങളാണ് നദികൾ, ഭൂഗർഭജലം, ഹിമാനികൾ, കാറ്റ്, തിരമാല എന്നിവ ആണല്ലോ. ഇവയുടെ പ്രവർത്തനം കൊണ്ട് ഭൂമിയിൽ അപരിത ഭൂരൂപങ്ങൾ, ഇറോഷണൽ ഫീച്ചേഴ്സ്, നിക്ഷേപിത ഭൂരൂപങ്ങൾ, ഡെപ്പോസിഷണൽ ഫീച്ചേഴ്സും ഉണ്ടാകുന്നു. ഇപ്പം നദികളിൽ ഒഴുകുന്ന ജലം റണ്ണിങ് വാട്ടർ ഒരെണ്ണമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നദികളുടെ ഫലമായി രൂപം കൊള്ളുന്ന ഭൂപ്രദേശങ്ങളെ നമ്മൾ 3 ഘട്ടമായിട്ട് തിരിക്കും അല്ലേ. യൗവനഘട്ടം, മധ്യഘട്ടം, വാർദ്ധക്യഘട്ടം. യൗവനഘട്ടത്തിൽ എന്താണ്? അപരദന ഭൂരൂപങ്ങളുടെ രൂപീകരണം. മധ്യഘട്ടത്തിൽ അപരദന നിക്ഷേപണ ഭൂരൂപങ്ങളുടെ രൂപീകരണം. ലാസ്റ്റ് വാർദ്ധക്യഘട്ടത്തിൽ നിക്ഷേപണ ഭൂരൂപങ്ങളുടെ രൂപീകരണം. പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അപരദന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? വീരൂപ താഴ്വര, ഗിരികന്ധരങ്ങള്, ബൃഹത് ഗിരികന്ധരം, ഉൾക്കുഴികള്, ഉരക്കുഴികള്, ജലപാതം, മിയാണ്ടറുകൾ, നദീതട്ടുകൾ തുടങ്ങിയവ ഫോം ചെയ്യുന്നു. നിക്ഷേപിച്ചുണ്ടാവുന്നതാണ് എക്കൽ വിഷറി, മിയാണ്ടറുകൾ, നദീതീര തിട്ടകൾ, ഓക്സ്ബോ തടാകം, അതുപോലെ ബ്രെയ്ഡഡ് ആയിട്ടുള്ള സ്ട്രീംസ്, പിണഞ്ഞൊഴുകുന്ന ചാലുകൾ, ഫ്ലഡ് പ്ലെയിൻസ് ഉണ്ടാവാറുണ്ട്, ഡെൽറ്റകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. അപ്പോൾ അത് രണ്ടും കൃത്യമായിട്ട്. അപരദനം മീൻസ് ഇറോഷൻ, നിക്ഷേപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഡെപ്പോസിഷൻ.
അടുത്ത ഗ്രൗണ്ട് വാട്ടറിനെ പറ്റിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് എന്നീ ശിലകളിൽ ഭൂഗർഭജലത്തിന്റെ ലയനവും അവസാദനവും കൊണ്ട് വിവിധ ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെയുള്ള പ്രദേശത്തെ നമ്മൾ എന്ത് വിളിക്കും? കാസ്റ്റ് ടോപ്പോഗ്രഫി. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്ന്. അപ്പോൾ +1-നകത്തുമുണ്ട് കാസ്റ്റ് ടോപ്പോഗ്രഫി. എന്താണ്? ചുണ്ണാമ്പ് കല്ലും ഡോളമൈറ്റ് എന്നീ ശിലകളിൽ ഭൂഗർഭജലത്തിന്റെ ലയനവും അവസാദവും കൊണ്ട് വിവിധ ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ കാർഡ് ടോപ്പോഗ്രഫി എന്ന് പറയുന്ന പ്രദേശം എന്ന് വിളിക്കുന്നത്. അപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നത് അപരദന ഭൂരൂപങ്ങൾ, നിക്ഷേപണ ഭൂരൂപങ്ങൾ ഇവിടെ ഉണ്ടാവുന്ന ഭൂഗർഭജലത്തിന്റെ ഭാഗമായിട്ടുണ്ടാവുന്നതാണ്. കൃത്യമായിട്ട് നോക്കുക, അത് പുസ്തകത്തിൽ തന്നെ നോക്കുക. ലാസ്റ്റ് വണ് എന്താണ്? തേർഡ് വണ്ണാണ് ഹിമാനികൾ എന്ന് പറയുന്നത്. അത് പർവ്വതങ്ങളിലും വൻകരകളിലും ഒഴുകി ഇറങ്ങുന്ന ഹിമപിണ്ഡമാണ് ഹിമാനികൾ. ഇവയുടെ ഭാരം കൊണ്ടുള്ള ഘർഷണം കൊണ്ട് പർവ്വതങ്ങളിൽ തേയ്മാനമുണ്ടാകുന്നു. ഭൂമിയിൽ നിന്നും അവ അടർത്തിയെടുക്കുന്ന ശിലാപദാർത്ഥങ്ങൾ താഴ്വരകളുടെ അടിത്തട്ടിലൂടെയും വശങ്ങളിലൂടെയും ഉരസുന്നത് കൊണ്ട് വിവിധ അപരദന ഭൂരൂപങ്ങൾ ഉണ്ടാവുന്നു. അപ്പൊ അപരദന ഭൂരൂപങ്ങൾ നമ്മൾ പറഞ്ഞു സിർക്ക്, ഹോണേറ്റുകൾ, യു രൂപ താഴ്വര, തൂക്ക് താഴ്വര, ഫിയോഡുകൾ. നിക്ഷേപണ ഭൂരൂപങ്ങൾ ഹിമാനികൾ ഫലമായിട്ടുണ്ടാകുന്ന ഗ്ലേഷ്യൽ ടിന്ന്, ഔട്ട്വാഷ് നിക്ഷേപങ്ങൾ, മൊറൈനുകൾ, എസ്കറുകൾ, ഔട്ട്വാഷ് സമതലം, ഡ്രംലിനുകൾ. അപ്പം വായിച്ചതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്യുക, കാരണം കൃത്യമായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ. അടുത്ത സീ വേവ്സ്, തിരമാലകൾ കൊണ്ടുണ്ടാവുന്നത്. തീരപ്രദേശങ്ങളിൽ തിരമാലകളുടെ പ്രവർത്തനം കൊണ്ട് ഒരു നിശ്ചിത സ്ഥലത്ത് വ്യത്യസ്ത ഋതുക്കളിൽ അപരദനവും നിക്ഷേപങ്ങളും ഉണ്ടാവും. ഉയർന്ന പാറക്കെട്ടുകളുള്ള തീരങ്ങളിൽ അപരദന ഭൂരൂപങ്ങളും താഴ്ന്ന അവസാദ തീരങ്ങളിൽ നിക്ഷേപണ ഭൂരൂപങ്ങളും കാണപ്പെടുന്നു. അപ്പൊ ക്ലിഫ്, തിരാകൃത തട്ട്, കടൽ ഗുഹ, കടൽ സ്തംഭം, സ്റ്റാക്സ് ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇറോഷന്റെ ഫലമായിട്ടും തിരമാലകളുടെ ഇറോഷന്റെ ഫലമായിട്ടും. കടപ്പുറം ബീച്ച് നിക്ഷേപിക്കുകയാണ്. ചരൽ കടപ്പുറങ്ങൾ, അതുപോലെ മണൽത്തിട്ട, കായൽ, ഇതൊക്കെ നിക്ഷേപണ ഭൂരൂപങ്ങളാണ് തിരമാലകൾ കൊണ്ടുണ്ടാവുന്നത്. അപ്പൊ ലാസ്റ്റ് വൺ കാറ്റാണ്. മരുഭൂമികളിലാണ് ഏറ്റവും കൂടുതൽ കാറ്റെന്ന് പറഞ്ഞു. ഡിഫ്ലേഷൻ അല്ലെ, അപവഹനം, അപകർഷണം, ഇമ്പാക്റ്റ്, അതൊക്കെ കാറ്റിന്റെ പ്രവർത്തന ഫലമായിട്ടുണ്ടാവുന്നതാണ്. അതുപോലെ അപരദന ഭൂരൂപങ്ങൾ എന്തൊക്കെയാണ് കാറ്റിന്റെ വഴി ഉണ്ടാവുന്നതെന്ന് ഓർത്തു വെച്ചേക്കുക. പെഡിമെന്റ്, പെഡിപ്ലെയിൻ, പ്ലയാസ്, അപവഹന ഗർത്തങ്ങൾ, ഡിഫ്ലേഷൻ ഹോളോസ്, ഗുഹകൾ, കൂൺശിലകൾ, പീഡശിലകൾ. നിക്ഷേപണ ഭൂരൂപങ്ങളോ മണൽക്കൂനകൾ, ബർക്കൻസ്, പാരാബോളിക് മണൽക്കൂനകൾ, സീഫുകൾ, അനുദൈർഘ്യ മണൽക്കൂനകൾ, വിലങ്ങൻ മണൽക്കൂനകൾ. ഇതെല്ലാം നിക്ഷേപണ ഭൂരൂപങ്ങളാണ് കാറ്റ് വഴി ഉണ്ടാവുന്നത്. അപ്പം ഇത്രയുമാണ് ഈ ചാപ്റ്ററിൻ്റെ ഷോർട്ട് നോട്ട്സ് ആണ് ഞാൻ പറഞ്ഞു. കൃത്യമായിട്ട് പാഠം വായിച്ചതിന് ശേഷം ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇന്ന് പറഞ്ഞ ലാൻഡ് ഫോംസ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചാപ്റ്റർ 6 ഉണ്ടല്ലോ നമ്മുടെ NCERT, അതും കൂടെ വായിക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.